മലപ്പുറത്ത് വീണ്ടും ശൈശവവിവാഹത്തിന് ശ്രമം. 14 വയസ്സുകാരിയുടെ വിവാഹ നിശ്ചയം നടത്തി വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതൊരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ പുതിയ വന്ന ന്യൂസാണ്. 9ാം ക്ലാസ്സുകാരി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത്. ശരിക്കും ഈ ടൈറ്റിൽ കൊടുക്കുമ്പോൾ വിവാഹ നിശ്ചയമാണെന്നുണ്ടെങ്കിൽ 14 വയസ്സ്, അപ്പോൾ ഇത് ചിലപ്പോൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലായിക്കൂടെ. അവിടെ ക്ലാസ് ഇല്ല. കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മക്ക് 9ാം ക്ലാസ്സുകാരി അവിടെ വയസ്സ് കൊടുത്താൽ പോരെ. പലപ്പോഴും ഈ ഒരു ന്യൂസിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ വരില്ലേ, ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടോട്ടി ഫോപ്പി മാളിൽ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് സാധനം വാങ്ങുന്ന സമയത്ത് ഒരു 3-4 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ സ്കൂൾ വരുന്ന പെൺകുട്ടികൾ അവിടെയുള്ള പല പയ്യന്മാരോടും സംസാരിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ പോകുന്നത്. അത് നമ്മൾ ഇടപെടാൻ പാടില്ല, കാരണം എന്താ, അത് സദാചാരമായി പോകും. ഈ പെൺകുട്ടികൾ നേരത്തെ എന്താ വീട്ടിലെത്താത്തെന്നുള്ള വീട്ടുകാർക്ക് അന്വേഷിക്കാം. അതല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇടയ്ക്കൊക്കെ അവിടെ ഒന്ന് നോക്കാലോ. അതൊന്നും ഇടപെടാൻ പാടില്ല, കാരണം എന്താ വെച്ചാൽ ഭയങ്കര പുരോഗമന സ്ഥലമാണ് നമ്മുടെ കേരളം എന്നുള്ളത്. അതുപോലെ തന്നെ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം. അതൊരു വിഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കണ്ട. ഇനി 18 വയസ്സിൽ തന്നെ, ഇപ്പം അന്നത്തെ ആ കമന്റ് സെക്ഷൻ നോക്കിയാൽ 18 വയസ്സിൽ വിവാഹം കഴിക്കാനേ പാടില്ല. മാക്സിമം 25 വയസ്സെങ്കിലും പെൺകുട്ടികൾക്ക് ആവണം. പക്ഷെ 25 വയസ്സ് വരെ പല പെൺകുട്ടികളും പല രീതിയിലാണ് നടക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് 25 വയസ്സായാലും 30 വയസ്സായാലും അവർക്ക് പലതും നടക്കാം. പക്ഷെ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിച്ചാൽ അത് വലിയ എന്തോ തെറ്റാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 18 വയസ്സ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ശൈശവ വിവാഹം തെറ്റ് തന്നെയാണ്, അതിനെ അനുകൂലിക്കല്ല. വിവാഹം എന്നുള്ളത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. കാരണം അത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സംരക്ഷണമാണ്, ലീഗൽ പ്രൊട്ടക്ഷനാണ് വിവാഹം എന്ന് വെച്ചാൽ. ഈ പെൺകുട്ടി ഇപ്പോൾ 9 വയസ്സുകാരി പ്രസവിച്ചു, അതൊരു പെൺകുഞ്ഞിനും ജന്മം കൊടുത്ത് ആ കുഞ്ഞിന്റെ ലൈഫും ഈ പെൺകുട്ടിയുടെ ലൈഫൊക്കെ ഇനി എന്താ എന്നുള്ളത് ആ കുട്ടിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ആ വാർത്ത കണ്ടോടുകൂടി നമ്മളത് കഴിഞ്ഞു, ഇനി നമ്മളാരും അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇനി എങ്ങനെ അത് ജീവിക്കണം, അതിന് ചെലവിന് ആര് കൊടുക്കും എന്നുള്ളതൊക്കെ, ഇനി അതിന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നും ഒക്കെ തെളിയിച്ച് അതിൽ നിന്നൊക്കെ കോമ്പൻസേഷനൊക്കെ കിട്ടി വരുമ്പോഴത്തേനും ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെടും. കാരണം കുട്ടിക്ക് തിന്നാൻ കൊടുക്കണമല്ലോ, കുട്ടീനെ പഠിപ്പിക്കണമല്ലോ. ഇതിൻ്റെയൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ഈ വിവാഹം, ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എത്രത്തോളാണെന്നുള്ളത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാതെ നടക്കുന്ന കുറേ ആൾക്കാർ പെൺകുട്ടികളെ മുതലാക്കാൻ വേണ്ടിയിട്ട് അവരെ പിറകെ നടക്കുന്നുണ്ട്. എന്നാൽ വിവാഹം കഴിക്കണം, അന്തസ്സായിട്ട് ഞാൻ ആ പെൺകുട്ടിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ആൺകുട്ടിക്ക് പെണ്ണും കിട്ടാനില്ല. എന്തൊരവസ്ഥ അല്ലേ.